വെയിലടിച്ചിട്ടുള്ള കരിവാൾ ഇപ്പോൾ നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിലും പറ്റാറുണ്ടല്ലേ. അതിൽ പ്രധാനമായിട്ട് വന്നതാണ് നമ്മുടെ കൈകളല്ലേ. നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ചിലപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ കൈകളിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും നമ്മൾ അധികം സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ ആയിട്ട് ഇരിക്കാറുണ്ട്, നന്നായിട്ട് ടാനായിട്ടും പിഗ്മെൻറ്റേഷനായിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. ടാൻ എവിടേക്കാണെന്ന് ചോദിച്ചാൽ അവിടേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈകളിൽ മാത്രമല്ല കേട്ടോ, കാലുകളിലാണെങ്കിലും ഫേസിലാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ പാക്കാണ്. നോർമലി നമുക്കറിയാം സ്ലീവ് ഇടുന്നതിൻ്റെ ഭാഗം തുടങ്ങി ഫുൾ ഹാൻഡിലായിരിക്കും നമുക്ക് എപ്പോഴും ടാൻ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുളിക്കുന്നതിന് മുൻപേ ഒരു സ്ലീവ്ലെസ് എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു സെമി ഡ്രൈ ആവണവരെ വെച്ചിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ്സ് മതിയാവും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. സ്കിൻ എത്രത്തോളം ആ ഒരു ടാൻ മാറി നന്നായിട്ട് ബ്രൈറ്റ് ആവണമെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. രണ്ട് കൈകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ഞാനിവിടെ ആഫ്റ്റർ ബിഫോറിൻ്റെ വീഡിയോ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ് കേട്ടോ. നന്നായിട്ട് തന്നെ സ്കിൻ ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 ദിവസമായിട്ട് ചെയ്യാൻ പറ്റിയ പാക്കാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ടും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കരമായിട്ട് ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ഇട്ട് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ടാൻ മാറുന്നതായിരിക്കും. ഇനി നമുക്ക് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ എടുക്കാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോ അതല്ലെങ്കിൽ സാധാ കോഫി പൗഡർ എന്തായാലും മതി കേട്ടോ. കൈകാലുകളിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ. ഫേസിലാണെങ്കിൽ ഡെയിലി ഒന്നും ഇടണ്ട, ആഴ്ചയിൽ 2 തവണയായിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല കട്ട തൈരാണ് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള കട്ടത്തൈര് 1 സ്പൂണൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൈര് ചിലപ്പോൾ എല്ലാ സ്കിന്നിനും ചേരണമെന്നില്ല, ചിലർക്ക് അലർജി പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ തൈരിന് പകരം പാലെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. ഒരു 4-5 ഡ്രോപ്സ് ലെമണിൻ്റെ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് സാധാരണ വെള്ളമായിട്ട് എടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ജ്യൂസൊക്കെ എടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോൻ്റെ ജ്യൂസ് അതല്ലെങ്കിൽ ടൊമാറ്റോൻ്റെ ജ്യൂസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാ വെള്ളം എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വെള്ളമാണ് എടുത്തിരിക്കണത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തൈരിന് പകരം പാലെടുക്കുന്നവർക്കാണെങ്കിൽ പിന്നെ മിക്സ് ചെയ്യാനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സ് ആയിക്കോളും. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എവിടേക്കാണ് ടാനുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. നല്ല ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നേരത്തെ കണ്ടു കാണുമല്ലോ. നന്നായിട്ട് തന്നെ സ്കിൻ ആ ടാനൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ എത്ര പഴക്കമുള്ള മാറാത്ത ടാനൊക്കെ ആണെങ്കിലും ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അത് മാറുന്നതായിരിക്കും കേട്ടോ. കയ്യിലും കാലിലൊക്കെ ആണെങ്കിൽ 2-3 ദിവസം അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇട്ട് നോക്കാം. നന്നായിട്ട് തന്നെ റിമൂവ് ആയിരിക്കും. ഫേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഇടാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസിനൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻറ്റായിട്ട് കാണാം. ബൈ.